അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്താ ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം സ്ലൈഡ്സ് അണ്ടർ ഗ്രാവിറ്റി അലോങ് എ ഗിവൺ കർവ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ആൻഡ് സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് വിത്ത് സെറ്റ് മെഷേർഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ. അതായത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കർവ്, അത് എക്സിലും സെറ്റിലുള്ള കർവാണ്. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് മനസ്സിലാവും? എന്നാൽ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ. അതെന്താ? ഡോ എൽ വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് മൈനസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ ഡി ടി ഡോ എസ് ഡോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി മൈനസ് ഇ ആണ്. അതായത് ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എക്സിൽ സെറ്റിലും ആണ്. അപ്പോൾ ഹാഫ് ഓഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ സെറ്റ് ഡോട്ട് സ്ക്വയർ പ്ലസ് എം ജി സെറ്റാണ് വന്നിട്ടുള്ളത്. കാരണം എന്തുവാണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഡിഫറൻഷാണ് നമ്മൾ എടുക്കാറുള്ളത്. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ നമ്മൾ റെഫറൻസ് വെച്ചിരിക്കുന്ന ഒറിജിനാണ്. അപ്പോൾ എന്തായിരിക്കും? എം ജി 0 മൈനസ് സെറ്റാണ്. അപ്പോൾ അതാണ് മൈനസ് ഓഫ് എം ജി സെറ്റാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്ലസ് എം ജി സെറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഹാഫ് ഓഫ് എം എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് സെറ്റ് ഡാഷ് സ്ക്വയർ എസ് ഡോട്ട് സ്ക്വയർ എം ജി സെറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമ്മൾ ചെയ്യണത്. എസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഡോ എസ് വിത്ത് റെസ്പെക്ട് ടു ഡോട്ട് ടി ആണ്. ഇവിടെ നമ്മൾ എക്സ് സെറ്റൊക്കെ എന്തിൻ്റെ ഫംഗ്ഷനാണ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ എസിൻ്റെ ഫംഗ്ഷനാണ് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കാം. നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? എസ് വിത്ത് റെസ്പെക്ട് ടു ആണ് നമ്മളിവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹാഫ് ഓഫ് എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പുറത്തിറക്കി. അതുപോലെ തന്നെ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് നമ്മൾ ജനറലി പറയില്ലേ, അതായത് എക്സ് റൈസ് ടു എൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എൻ ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ് വരിക. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഓഫ് എക്സ് ഡാഷ് അതിനെ ചെയ്യാം. അപ്പോൾ ഡോ എസ് ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ഡോ എസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ സെറ്റിനെ നമ്മൾ സെറ്റ് ഡാഷ് നമ്മൾ ചെയ്യുമ്പോൾ 2 ഓഫ് സെറ്റ് ഡാഷ് ഡോ സെറ്റ് ഡാഷ് ഡിവൈഡഡ് ബൈ ഡോ എസ് എന്ന് കിട്ടും. അതുതന്നെ എസ് ഡോട്ട് സ്ക്വയർ നമ്മൾ അവിടെ തന്നെ നിർത്തി. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എസ്സിനെ വിത്ത് റെസ്പെക്ട് ടു ചെയ്യാൻ പറയുന്നത്. പ്ലസ് എം ജി സെറ്റ് എന്താ? സെറ്റ് എസിൻ്റെ ആളാണ്. ഫംഗ്ഷൻ എന്താണ്? സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എസ് ആണ്. അപ്പോൾ നമ്മളിതിന് ചെയ്യുമ്പോൾ ഡോ സെറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡോ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഡാഷ് ആണ്. ഇത്രയും ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടേക്ക് കിടക്കാം. ഇവിടെ നമ്മളോട് എസ് ഡോട്ട് വിത്ത് റെസ്പെക്റ്റ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാഫ് ഓഫ് എം ഇതൊക്കെ എന്തിൻ്റെയാണ്? എസിൻ്റെ ആൾക്കാരാണ്. എസ് ഡോട്ട് വെച്ച് റെസ്പെക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 ഓഫ് എസ് ഡോട്ട് കിട്ടി. ഇത് നമ്മൾ നോക്കണ്ട, കാരണം ഇത് എസിൻ്റെ ആളാണ്. എസ് ഡോട്ട് വെച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കിട്ടി. ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് വെട്ടിക്കളയാനൊക്കെ പറ്റും. അതുപോലെ തന്നെ എല്ലാ ടേംസിലും എം കോമൺ ആയിട്ടുണ്ട്. അത് പുറത്ത് കിടക്കുമ്പോൾ എന്തായിരിക്കും? 0 ഡിവൈഡ് ബൈ എം 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ ആളെയും അതുപോലെ തന്നെ ഈ എം നമുക്ക് കോൺസ്റ്റൻ്റ് ആയ കാരണം പുറത്തെടുക്കാൻ പറ്റും. ഈ ആളെയും വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഇതിനെ നമുക്ക് മൊത്തം എഫ് എന്നും ഇതിനെ മൊത്തം നമുക്ക് ജി എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ എന്താ? എഫ് ഡോട്ട് ജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ അവിടെ വെച്ചു, സെക്കൻഡ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് ചെയ്തു, സെക്കൻഡ് ഫംഗ്ഷൻ അവിടെ വെച്ചു, ഫസ്റ്റ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ നോക്ക്, ഫസ്റ്റ് ഈ ആൾ നമ്മൾ അവിടെ വെറുതെ വെച്ചു. ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? എസ് ഡബിൾ ഡോട്ട് ആയിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് ആൾ എഴുതി എസ് ഡബിൾ ഡോട്ടായി. ഇനി എസ് ഡോട്ടിനെ അവിടെ വെച്ചു. ഇതിനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 2 ഓഫ് എക്സ് ഡാഷ് ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുമ്പോൾ എന്തായിരിക്കും? എക്സ് ഡാഷ് ഡോട്ട് ആയിരിക്കും. അതുപോലെ തന്നെ സെറ്റിനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ടൈം 2 ഓഫ് സെറ്റ് ഡാഷ് ഡോട്ട് ഈസ് ഈക്വൽ ടു 0. ഇതെന്നൊക്കെ നമ്മൾ എം കോമൺ ആയിട്ടുള്ള ആളല്ലേ, അവരൊക്കെ പുറത്തിറക്കി ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുമ്പോൾ 0 ആയി മാറി. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു എം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് റോൾ ചെയ്യാനായിട്ട് മുന്നേ. അപ്പോൾ ആ ആൾ ഇപ്പുറത്ത് ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ആ നെഗറ്റീവിന് ഉള്ളിലേക്ക് കടത്തി നമ്മൾ പറഞ്ഞില്ലേ എം കോമൺ ആയിട്ട് എടുത്ത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈക്വേഷൻ ഓഫ് മോഷൻ വരാം.